ഈ കാണുന്ന ഈ ഒരു റേഡിയോ ഇത് ഞാൻ ആക്രി കടയിൽ നിന്നും 100 രൂപയ്ക്ക് മേടിച്ചതാണ്. നിലവിലിപ്പം ഈ ഒരു റേഡിയോയുടെ പ്രശ്നം ഇതിൻ്റെ ഈ സ്റ്റേഷനൊക്കെ മാറ്റുന്ന ഈ നോബ് ഇതിപ്പം ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ റേഡിയോ കാണുന്ന പോലെ ഫുള്ളായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം ഈ റേഡിയോ ഇത് വീണ്ടും വർക്ക് ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു നോർമൽ റേഡിയോ റീചാർജബിൾ റേഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനാണ് നമ്മുടെ ഉദ്ദേശം. ഇങ്ങനെയുള്ള പഴയ റേഡിയോ ഒക്കെ ഉപയോഗിച്ച് മിക്കവരും ഇതിൻ്റെ ഉപയോഗം നടത്താനുള്ള കാരണം ഇതിൻ്റെ ഈ ഒരു ബാറ്ററി മേടിച്ച് മടുത്തിട്ടാണ്. ഈ ഒരു ടൈപ്പ് ബാറ്ററി ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കിട്ടിയാലും ഇതിന് വില കൂടുതലാണ്. ഒരു ബാറ്ററിക്ക് 40 രൂപയാണ്. പിന്നെ ഇങ്ങനെയുള്ള പുതിയ ബാറ്ററി മേടിച്ചിട്ടാലും അധികം നാളൊന്നും ചാർജ് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോകുന്നതാണ് മിക്കവരും പറയുന്നൊരു പ്രശ്നം. പണ്ടൊക്കെ ഇങ്ങനെയുള്ള ബാറ്ററിയൊക്കെ റേഡിയോയിൽ ഉപയോഗിച്ച മാസങ്ങളോളം ചാർജ് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഉള്ള ബാറ്ററിയൊക്കെ ഏകദേശം ഒരാഴ്ചയൊക്കെയാണ് നിൽക്കുള്ളൂ എന്നൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നവർ പറയുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന ഈ റേഡിയോയിലേക്ക് കറണ്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. മിക്കവർക്കും കറണ്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാനോ അതല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് ഉപയോഗിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഈ റേഡിയോ ഈ നോർമൽ റേഡിയോ നമ്മൾ റീചാർജബിൾ റേഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറേണ്ട, ഒരു ചാർജിൽ തന്നെ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ചിലവും വളരെയധികം കുറവാണ്. അതുപോലെ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ നിങ്ങളുടെയൊക്കെ വീടുകളിലും ഇതുപോലെ 2 ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ 3 ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന പഴയ റേഡിയോ കിടപ്പുണ്ടെങ്കിൽ അതിലും ഇതുപോലെ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മൾ ഈ റേഡിയോ ആക്രി കടയിൽ നിന്നും 100 രൂപയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ നമ്മളിത് ആക്രി കടയിൽ നിന്ന് മേടിച്ചതായതുകൊണ്ട് നമ്മൾ ആദ്യം ഇതെല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റേഡിയോയുടെ ഉള്ളിൽ തന്നെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, 4.5 വോൾട്ടിൻ്റെ കറണ്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയോ. ഇനി മുതൽ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമർ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതിലെ ബോർഡിലെ കമ്പോണൻസ് അങ്ങനെ വലിയ കാര്യമായിട്ട് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ പാർട്സും അടിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കഴുകിയെടുക്കാനായിട്ട്. ഈ ഒരു റേഡിയോയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു ട്രാൻസ്ഫോമർ ഇത് നമ്മൾ ഇനി ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് മാത്രം കഴുകുന്നില്ല, ബാക്കിയുള്ള എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിന്നിവിടെ ഈ ഒരു റേഡിയോയുടെ ഈ ഒരു ബോർഡ് നമ്മളിന്ന് വെള്ളവും ഷാമ്പു ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളൊന്നും വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് ചിലപ്പം വർക്ക് ചെയ്തിൽ നിന്ന് വരും. നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസ് എല്ലാം ചെയ്യുന്ന സമയത്ത് എല്ലാ ബോർഡുകളും നമ്മൾ വെള്ളവും ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ട്. ആ ഒരു പതിവ് ഇന്നും തെറ്റിക്കുന്നില്ല. ഇതിന് വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ വാഷർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 12 വോൾട്ട് DC വർക്ക് ചെയ്യുന്നത്. ഈ ഒരു റേഡിയോയുടെ ഒരു കംപ്ലയിൻറ്റ്, ഇതിൻ്റെ സ്റ്റേഷൻ മാറ്റുന്ന ആ ഒരു നോബ് തിരിക്കുമ്പം ഫ്രീ ആയി കിടന്ന് കറങ്ങാനുള്ള കാരണം ഈ ഒരു ചരട് പോലുള്ളത് പൊട്ടിപ്പോയതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ചരട് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കാനുള്ള ചെറിയ സ്പ്രിങ് ഉണ്ടായിരുന്നു, ആ സ്പ്രിങ്ങും തുരുമ്പെടുത്ത് പോയി. അങ്ങനെ നമ്മളിവിടെ കഴുകിയെടുത്ത എല്ലാ പാർട്സും നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2ാം ദിവസമാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യമേ ശരിയാക്കിയത് ഈ ഒരു സ്റ്റേഷൻ മാറ്റുന്ന ഈ ഒരു നോബാണ്. ഇതിലുണ്ടായിരുന്ന പഴയ ചരട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിപ്പോയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിപ്പം വേറൊരു നൂല് ഉപയോഗിച്ചാണ് ഇവിടെ ശരിയാക്കി എടുത്തേക്കുന്നത്. ഈ ഒരു നൂല് ഉപയോഗിച്ചപ്പം എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ബോർഡെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലാസ്റ്റ് ഈ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് ബാറ്ററിയും സ്പീക്കറെല്ലാം കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ബോർഡും വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് ഈ റേഡിയോയുടെ ഈ ഒരു കവറിലേക്ക് പിടിപ്പിക്കാൻ പോവാണ്. അതുപോലെ ഈ ഒരു റേഡിയോയ്ക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ വോളിയം കൺട്രോളറും അതുപോലെ ഓൺ ഓഫും ചെയ്യുന്ന ഒറ്റ നോബിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ഓൺ ഓഫ് വർക്കിംഗ് അല്ല ഇപ്പം നിലവിൽ. ഇതുപോലെ നമ്മളിത് തിരിക്കുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഓണായി വന്നിട്ട് അപ്പോൾ തന്നെ ഓഫായി പോവുകയാണ്. അപ്പോൾ ഈ റേഡിയോ നേരത്തെ ഉപയോഗിച്ചാൽ ഇങ്ങനെ ഓണാകാതെ വന്ന പ്രശ്നം വന്നപ്പോൾ ആയിരിക്കും ഇത് ആക്രി കടയിൽ കൊടുത്ത് ഒഴിവാക്കിയത്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് തന്നെ വീണ്ടും റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം. നമ്മളിവിടെ പുതിയ സ്വിച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റേഡിയോയിലുള്ള പഴയ സ്വിച്ചിൽ നിന്നുള്ള വയർ കണക്ഷൻ എല്ലാം നമ്മൾ ഈ പുതിയ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. പഴയ സ്വിച്ചിലും 5 പിന്നുകളാണ്, വോളിയം കൺട്രോളിനായിട്ട് 3 പിന്നുകളും ഓൺ ഓഫിനായിട്ടുള്ള 2 പിന്നുകളും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പഴയ കണക്ഷൻ അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു റേഡിയോയിൽ ഉപയോഗിച്ചേക്കുന്നത് 16-19 ഈ ഒരു IC ആണ്. ഈ ഒരു IC ഏകദേശം ഒരു 2.5 വോൾട്ട് മുതൽ 6 വോൾട്ട് വരെ സപ്ലൈ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മളിന്നിവിടെ ഈ റേഡിയോയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്നത് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ്. അതിലിപ്പോൾ ഈ റേഡിയോയുടെ ഫ്രണ്ട് പാനലിലേക്ക് സ്പീക്കർ, ബോർഡ് ഇതെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ മാറ്റുന്ന ഇതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ഈ ഒരു റേഡിയോയിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയും പിന്നെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് മൊഡ്യൂളുമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ബാറ്ററി ഇടുന്ന പഴയ റേഡിയോ ഉണ്ടെങ്കിൽ ആ റേഡിയോ റീചാർജബിൾ റേഡിയോ ആക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലത്തെ ഒരു ലിഥിയം ബാറ്ററിയും ഈ ഒരു ബാറ്ററി നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ ഈ കാണുന്ന പോലത്തെ ഒരു ചാർജിങ് മൊഡ്യൂളും മേടിച്ചാൽ മതി. ഇത് രണ്ടും മാത്രം ഉപയോഗിച്ച് നമുക്ക് റേഡിയോ ഫുള്ളായിട്ട് അഴിക്കുമൊന്നും വേണ്ട. ബാറ്ററി ഇടുന്ന ആ ഒരു കവർ മാത്രം ഓപ്പണാക്കി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ബാറ്ററിയും ഈ ഒരു ചാർജിങ് മൊഡ്യൂളും ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും 2 വയർ കണക്ട് ചെയ്ത് ആ 2 വയർ പഴയ റേഡിയോയുടെ ആ ഒരു ബാറ്ററി ഇടുന്ന 2 പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ മതി. സ്പ്രിങ്ങിലേക്ക് നെഗറ്റീവും പോസിറ്റീവ് ടെർമിനലിലേക്ക് ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവും കണക്ട് ചെയ്താൽ മതി. ഈ ഒരു ചാർജിങ് മൊഡ്യൂൾ നമുക്ക് ബാറ്ററി ഇടുന്നതിൻ്റെ ആ ഒരു കവറിൻ്റെ അതിൽ തന്നെ ഫിറ്റ് ചെയ്യാനും പറ്റും. റേഡിയോ നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാതെ ഇതെല്ലാം ചെയ്യാനും കഴിയും. നമ്മളിന്ന് ഈ ഒരു റേഡിയോ ചെയ്യാൻ പോകുന്ന ആ രീതിയല്ല. ഇതൊക്കെ ഓരോ ആളുകൾക്കും അവരവരെ ഇഷ്ടം പോലെ ചെയ്യാമെന്നുള്ളൂ. ഈ ഒരു ചാർജിങ് മൊഡ്യൂളിന് ഏകദേശം ഒരു 50 രൂപയ്ക്കാണ് കടകളിൽ കിട്ടുന്നത്. ഓൺലൈനായിട്ടാണെങ്കിൽ അതിൽ കുറഞ്ഞ റേറ്റിൽ മേടിക്കാൻ കിട്ടും. ചാർജിങ് മൊഡ്യൂൾ നമ്മൾ റേഡിയോ പോലെയുള്ളതിലൊക്കെ പിടിപ്പിക്കുമ്പം അതിൻ്റെ ചാർജിങ് സോക്കറ്റ് പുറത്തേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റ് ഉപയോഗിക്കാം. ഈ ഒരു ടൈപ്പ് ചാർജിങ് സോക്കറ്റിന് 10 രൂപയുള്ളൂ. അതിൽ ഈ ചാർജിങ് മൊഡ്യൂളിലെ കണക്ഷൻ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം അറിയില്ലാത്തവർക്കുണ്ടെങ്കിൽ. ഈ ഒരു ബോർഡിലെ B+, B- ഇതിലേക്കാണ് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. ഒരേ സമയം ഒരു ബാറ്ററി മാത്രമാണ് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ബാറ്ററി ആ ഒരു ബാറ്ററിയുടെ ഔട്ട്പുട്ട് എടുക്കേണ്ടത് ഈ ഒരു ബോർഡിൽ നിന്ന് തന്നെയാണ്. ഔട്ട്പുട്ടിനും കറക്റ്റായിട്ട് +, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ബാറ്ററി ഔട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് കട്ട് ഓഫ് ആവുള്ളൂ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഷോർട്ട് ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ഔട്ട്പുട്ട് കട്ട് ഓഫ് ആവും. പിന്നെ ഈ ഒരു മൊഡ്യൂളിൽ 2 ചാർജ് ഇൻഡിക്കേറ്റർ ആണുള്ളത്. ചാർജിങ് ടൈമിൽ റെഡ് LED ഇൻഡിക്കേറ്റർ, ബാറ്ററി ചാർജ് ഫുൾ ആകുമ്പോൾ ബ്ലൂ ഇൻഡിക്കേറ്ററും ഈ രീതിയിലാണ് വർക്കിംഗ്. പിന്നെ ഈ ഒരു ചാർജിങ് മൊഡ്യൂളിൻ്റെ ഈ ഒരു ചാർജിങ് സോക്കറ്റിന് സൈഡിലായിട്ട് കാണുന്ന +, ഇതിലേക്കാണ് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ 5 വോൾട്ടിൻ്റെയൊക്കെ ചെറിയ സോളാർ പാനലൊക്കെ ഇട്ടുവാണെങ്കിൽ നമുക്ക് സോളാർ പാനൽ ഉപയോഗിച്ചും ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം അധികം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു ചാർജിങ് സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു ചാർജിങ് സോക്കറ്റിൽ ബാക്ക് കവറിന് ചെറിയൊരു ഹോളിട്ട് അവിടെ പിടിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത്. അഡീഷണൽ ആയിട്ട് എടുത്തേക്കുന്ന ഈ ചാർജിങ് സോക്കറ്റിൻ്റെ +, 2 വയറുകൾ നമ്മൾ ഈ ചാർജിങ് മൊഡ്യൂളിൻ്റെ +, കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഈ ചാർജിങ് മൊഡ്യൂൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ചാർജിങ് ഇൻഡിക്കേറ്റർ കാണാനും പറ്റും. ഇതൊക്കെ ഓരോ ആളുകൾക്കും അവരവരുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാമെന്നുള്ളൂ. അതുപോലെ ചാർജിങ് മൊഡ്യൂളിൽ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇത് നമ്മൾ ഈ ഒരു ബാറ്ററി കേസ് തന്നെയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രം കൂടി കൊടുത്തേക്കുന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ പഴയ റേഡിയോ ഉണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഇതുപോലൊരു ചാർജിങ് മൊഡ്യൂളും ഒരു ലിഥിയം ബാറ്ററി ഉപയോഗിച്ച് നോർമൽ റേഡിയോ റീചാർജബിൾ റേഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ചെയ്ത പോലെ ഈ റേഡിയോ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു ബാറ്ററി ഇടുന്ന ഇവിടുത്തെ ഈ ഒരു കവർ ഇതിൽ തന്നെ നമുക്കെല്ലാം സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്കുള്ളത് ഈ ഒരു പുതിയ സ്വിച്ച് ഓളിയും കൺട്രോളിൻ്റെയും അതുപോലെ ഓൺ ഓഫിൻ്റെ ഈ ഒരു സ്വിച്ച് ഒന്ന് ഫിറ്റ് ചെയ്യാനാണുള്ളത്. പിന്നെ ഇതിന് മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു നോബ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബാറ്ററി ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗൺ വെച്ച് ഈ ഒരു ബാറ്ററി ഒട്ടിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ റേഡിയോയുടെ കണക്ഷൻസ് ഒക്കെ ഏകദേശം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും കഴുതപ്പുലിനെയാണ് കണ്ടത്. അപകടകാരിയാണെങ്കിൽ നമ്മളുടെ അടുത്ത് വേറെ തർക്കത്തിനൊന്നും വരാത്തത് കൊണ്ട് നമ്മളുമായിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴുതപ്പുലിക്ക് ശേഷം കണ്ടാ മൃഗം അല്ലെങ്കിൽ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കീരിയുണ്ട് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് തിന്നാൻ. ഇനി നമുക്കിതിലേക്ക് മൊബൈൽ ചാർജർ കൂടി ഒന്ന് കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ സാധാരണ റേഡിയോ നമുക്ക് റീചാർജബിൾ റേഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനായിട്ട് 3.7 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററിയും പിന്നെ ഒരു ചാർജിങ് മൊഡ്യൂൾ എടുക്കുക. ബാറ്ററിയും ചാർജിങ് മൊഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുക. ചാർജിങ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ടിൽ 2 വയർ കണക്ട് ചെയ്യുക. ആ 2 വയറുകൾ നമ്മുടെ റേഡിയോയിൽ ബാറ്ററി ഇടുന്ന ടെർമിനലിലേക്ക് 2ലേക്കും കണക്ട് ചെയ്താൽ മതി. റേഡിയോയുടെ ഈ ഒരു സ്പ്രിങ് പോലുള്ളത് നെഗറ്റീവും ഓപ്പോസിറ്റ് സൈഡ് പോസിറ്റീവുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.